ഇന്നേ കട്ടൻ കാപ്പിയും പരിപ്പ് കൂടെയാണ് വൈകുന്നേരം. അപ്പൊ ഇതൊക്കെ കുതിർത്തി വെച്ചു. ഉണ്ട് വെള്ളം വലിയാൻ വേണ്ടിട്ടേ നമ്മൾ തോൾപ്പാത്രത്തില് വടപ്പരിപ്പാണ്. വടപ്പരിപ്പ് വട എന്ന് പറയുമ്പോ വടപ്പരിപ്പ് ചോദിച്ചു. വടപ്പരിപ്പിന് ശരിക്ക് വടപ്പരിപ്പ് നല്ല വേറെന്താ പേര്? കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് ഇങ്ങനത്തെ അല്ല തന്നെ നമ്മളിവിടെ പറയാറ്. പക്ഷെ ആദ്യമൊക്കെ ഈ വടപ്പരിപ്പ് കിട്ടിയിരുന്നില്ല. കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കാം പരിപ്പ് വട. അപ്പൊ 1/2 കിലോ കൊണ്ടാണ്. ഏതായാലും 10 രൂപ ചെറുതാക്കി ഇടാ. കുട്ടികളൊക്കെ ഉണ്ടല്ലോ, സ്കൂളില്ല. 2 വേണം 3 പറഞ്ഞാൽ ചെറുതാക്കി ഉണ്ടായില്ലേ ഇവർക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പൊ നമ്മളിത് ഉണ്ടാക്കി. അപ്പൊ കട്ടൻ കാപ്പി റെഡി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് വെള്ളം കാപ്പി ഉണ്ടാക്കാന്നിട്ട് വട ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാ. കൊറേ ആയി. ഇപ്പൊ മഴയൊക്കെ അല്ലേ, അപ്പൊ കട്ടൻ കാപ്പിയും വടയും നല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമ്മള് എത്ര മണിക്കൂറാ? അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തുളപ്പാത്രത്തില് നമ്മളെ തൊള്ള പാത്രം കേട്ടോ, അത് വലിയാൻ വെക്കാണ്. വെള്ളം വലിഞ്ഞ് കഴിഞ്ഞിട്ട് അരച്ചാല് അല്ലെങ്കിൽ വല്ലാതെ പുണിപുണേനെയോ മറ്റേ നല്ല മുരുമുരിപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഊറ്റി വെക്കുന്നത്. പിന്നെ മുത്തശ്ശിയാണ്, ഞാൻ കോരുന്ന ആളാണ്, വട കോരി എടുക്കണ ആളാണ്. മുത്തശ്ശിയാണ് പരത്തണത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ല അന്നൊരു സംഭവം നമ്മള് പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങണ നേരത്തെ ഒരു 3:30 നോക്കുമ്പോ എന്റെ മുത്തശ്ശി വടയായിട്ട് വാതിൽ വന്ന് ഇങ്ങനെ മുട്ടണു. സർപ്രൈസ് വടയായിരുന്നു അന്ന്. നല്ല സ്വാദം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഉണ്ടാക്കിയാൽ മതി, അതാണ് നല്ലത്. പിന്നെ അല്ലെങ്കിൽ വേറുള്ളവരുണ്ടാക്കി കഴിക്കാനാ സ്വാദ് കിട്ടാതെ എന്ത് സാധനം അങ്ങനെയാ. അപ്പൊ അങ്ങനെ മാള് പച്ചമുളകൊക്കെ കൊണ്ടുവന്നൂലേ. മാളുവിന് നല്ല ഇഷ്ടമാണ് വടേ. മാളുവിന്റെ 2 എനിക്ക് മാളുവിന് നല്ല ഇഷ്ടം പറയുമ്പോ മാളൂര് 2 എങ്ങനെ അമ്മൂന് തേടി അമ്മൂ മാളു ഇപ്പൊ സാക്രിഫൈസ്. അപ്പൊ ഏതായാലും നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കാം. അല്ലാതെ പരിപ്പ് മാത്രം അരക്കണ്ടു. പരിപ്പ് മാത്രം അരക്കുക. നമ്മളെ കുഞ്ഞാവയ്ക്ക് എരിവില്ലാതെ. അത് എരിവൊക്കെ കൂട്ടും. അല്ല എന്നാലും ആദ്യം അതിനുണ്ടാക്കി വെക്കാം. ഉള്ളി മാത്രം കൂട്ടിയാ മതി. അതെ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ നമ്മള് ഇനി ഓരോന്ന് കരിഞ്ഞെടുക്കുക. ഇതന്ന് കുറച്ച് അരവ് കൂടിയെന്നാണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ ഇടയിൽ എന്തോ വർത്തമാനം പറഞ്ഞപ്പോഴേ കുറച്ച് അരവ് കൂടിയില്ലേ അമ്മ? കുഴപ്പമില്ല. ആ, അപ്പൊ എനിക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കണം. കറിവേപ്പില കറിവേപ്പില അവിടെ കൊണ്ട് കൈ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് പറയാൻ വിട്ട പ്രശ്നമാണ്. അപ്പൊ എന്ത് നിങ്ങൾ ഉപ്പിടലില്ലേ ചോദിക്കും. ഉപ്പ് നമ്മളെ എന്തായാലും ഉള്ളി ആദ്യം അരിഞ്ഞെടുക്കട്ടെ. 2 സവോള മതിയോ? സംഗതി തരൂ. 2 സവോള മതിയോ? 2 മതി. അത്രക്കുള്ള സാധനമല്ലേ ഉള്ളൂ. ഉള്ളി അരിയട്ടെ. സവോള ഉള്ളി ചെറുതാക്കി അരിയ നീളത്തിലരിയ? ചെറുതാക്കി അരിയ. നീളത്തിലരിയ നമ്മള് എന്താ പറയാ ഉള്ളിവട സലാഡ് അതിനൊക്കെ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കണം. അച്ഛൻ നല്ല പറയണ്ടായി. എന്താ അറിയോ, സുഖിയന് തോന്നി അന്ന് അമ്മ ഉണ്ടാക്കിട്ട് ആകെ ഫ്ലോപ്പായി. ഇനിയിപ്പോ നാളെ ഒന്ന് നോക്കി നോക്കാം. ചെറുപയറധികം അതെങ്ങനെ ഉണ്ടാക്കുക പോലെ? അതിങ്ങനെ ശർക്കര ഇറക്കിയിട്ട് ശർക്കര പാനി ചെറുപയർ വേവിച്ചതും. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു ഞങ്ങൾക്ക്. അളവ് അറിയെങ്കിൽ പറയൂട്ടോ. നമുക്ക് എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കാൻ. ഞങ്ങൾ പ്രാവശ്യം നോക്കിയേ. മധുരം പിന്നെ ഓരോരുത്തർക്ക് ഓരോ മാതിരി. അതെ, എങ്ങനെ മധുരല്ല. ഞങ്ങൾ പ്രാവശ്യം നോക്കിയപ്പോ അതാകെ ശരിയായില്ല. അങ്ങനെ കടല മിഠായി ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്നുണ്ട്. അത് നമുക്ക് പറ്റൂട്ടോ. അത് പറ്റും. അത് കൊറേ ദിവസമായി അമ്മൂനോട് പറയണോ ഒന്ന് ഉണ്ടാക്കുകയാണ്. ഇഞ്ചി മിഠായി പോലെ അന്ന് നമ്മൾ ഇഞ്ചി മിഠായി ഉണ്ടാക്കിയില്ലേ? ഉഴുന്നുവടേക്കാളും ഇഷ്ടം പരിപ്പ് വട. അമ്മയ്ക്കോ? ഉഴുന്നുവടേക്കാട്ടും പരിപ്പുവട തന്നെയൊക്കെ ഇഷ്ടം. പക്ഷെ ഗ്യാസ് അധികം വരും. എനിക്ക് ഇവിടെ ഉണ്ടാക്കണതാണെന്ന് വെച്ചെങ്കിൽ ഉഴുന്നോടും പരിപ്പുവടയും ഒരേപോലെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ പരിപ്പുവട പുറത്തത്തെ ആണെങ്കിൽ. ഇവിടെ ഉണ്ടാക്കണതും പരിപ്പുവട. അങ്ങനെ പുറത്തുനിന്ന് വാങ്ങണ ഉഴുന്നുവടയാകുമ്പോഴേ അതിൽ കുരുമുളകൊന്നും അധികം അതൊരു ടേസ്റ്റ് ഇല്ല പുറത്തത്തെ ഉഴുന്നുവട. നല്ല സ്വാദുള്ള ഉണ്ട് കേട്ടോ. കുരുമുളക് അന്ന് നമ്മളമ്മ എവിടെ പോയപ്പോ ഗുരുവായൂരാണോ എവിടെ പോയപ്പോ ഉഴുന്നുവട ആദ്യം വേണ്ട പറഞ്ഞു. ഒരാൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറയാ വേണ്ട അമ്മ അതൊന്നും അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷെ ഞാൻ അല്ലേ ഗുരുവായൂരാണോ അത് നമ്മള് ഗുരുവായൂരിന് വരുന്ന വഴി ഏതോ ഹോട്ടലിൽ കയറിയപ്പോഴോ അങ്ങനെ എന്തോ ആണ്. നല്ല സ്വാദായിരുന്നു അത്. കണ്ടു ഇത്രയും നൈസാക്കി അരിയാൻ എനിക്ക് വയ്യ. ശരിയാവില്ല. മുത്തശ്ശിന്റെ നൈസിന്റെ ആളാണ്. മുത്തശ്ശൻ പഠിപ്പിച്ചു കൊടുത്ത ചെറുപ്പത്തില്. ഒരു പിശാങ്ങത്തി വാങ്ങണ്ട ഓണാവട്ടെ.
500 സംഗതി. അതുകൊണ്ട് അങ്ങനെ മടിച്ച് നിക്കണത്. അതുകൊണ്ട് ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓണാകുമ്പോഴേക്ക് എന്തായാലും വാങ്ങാൻ മറ്റേ ദിവ്യമ്മയുടെ അവിടുത്തെ വിശാന്തിയാ? ദിവ്യമ്മയുടെ അവിടുത്തെ അങ്ങനത്തെ വിശാന്തി. എന്താ തോട്ടക്കാര്. ആ മനസ്സിലായി. അതിന്റെ പേര് പ്രസിദ്ധ. അതാ ഉള്ളിയൊക്കെ നോക്കി കഴിഞ്ഞു. വെടി പൊട്ടിട്ടോ അമ്പലത്തിന്ന്. ഉള്ളിയൊക്കെ നോക്കി റെഡിയാക്കി. ഇനി അടുത്ത പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അങ്ങനെ നൈസാക്കി അരിഞ്ഞാൽ നല്ല സ്വാദാണ്. അതാണ് തന്നെ പണി തരുന്നത്. അതെ, അത് അമ്മന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും അമ്മ വട ഉണ്ടാക്കിയാൽ മതി. ഞാൻ കോരി എടുക്കാം. ഇഞ്ചി പച്ചമുളക് റെഡി. അതിനടുത്ത് കറിവേപ്പില അല്ലേ? അതെ, കറിവേപ്പില കരിവേപ്പിലൊക്കെ വലിയ ശരിയാവില്ല. അതെ, എന്താ വെച്ചാൽ കൂട്ടി പിടിച്ചാക്കി കരിവേപ്പില അങ്ങനെ ഊരിട്ടാ മതി. സാധനം ഉണ്ടാവില്ല. ഇങ്ങനത്തെ മുത്തശ്ശി കരിവേപ്പില അരിയാണ്. ഉച്ചക്ക് ഊണ് കഴിച്ചില്ല. കഴിച്ചോ? ഞാനും അമ്മ ചുറ്റും കഴിച്ചില്ല. ഇന്ന് രാവിലെ ഇഡ്ഡലി കഴിച്ചിട്ട് രാവിലെ 5 ഇഡലി കഴിച്ചു 11:30. ഞാൻ വന്നിട്ട് ലേശം ഊണ് കഴിച്ചു. കല്യാണത്തിന് പോയി കണ്ടില്ല. അവിടുന്ന് ചവിട്ടുണ്ടാൻ പറ്റില്ല. 2-3 ഉള്ളുണ്ട് കാളം കൂട്ടിയിട്ട്. ഇതിന്റെ ശേഷം പരിപ്രയോഗം കഴിച്ചു. പക്ഷെ ഏത് കല്യാണം ഏത് സദ്യക്ക് പോയാലും ഇതാണ് അവസ്ഥ. അതെന്താ അറിയില്ല. എനിക്ക് 2-3 ഉരുള ഉണ്ടാക്കിയാണ്ട് മടുക്കുകയാണ്. പിന്നെ കഴിക്കാൻ തോന്നില്ല. അപ്പോൾ കുറേ കാലമായി നമ്മൾ ഈ കാറ്ററിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതാ അതും കൂടെ കഴിഞ്ഞു. ഇനി നമുക്കെല്ലാം എന്താണ് ഇവർ ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിന് ഇഞ്ചി മസാല കുറച്ചൊക്കെ മാറ്റി വെക്കുക. ആദ്യം നമ്മളെ കുഞ്ഞൂനെ കുഞ്ഞിവാവയ്ക്ക് വേണ്ടേ? ചണ്ടിക്ക് എന്താ ഇഞ്ചിയും പച്ചമുളക് വേണോ? ചണ്ടിക്ക് ഇഞ്ചിയും പച്ചമുളകും വേണ്ടാന്ന്. ഓ വേണ്ടാന്നല്ലേ. വിക്രസ് ചെയ്തു. എന്താ ചെയ്തേ? ആ അക്ക നശിപ്പിച്ചെന്ന് കൈ തന്നിട്ടുണ്ട് കുഞ്ഞാവ. ചെറിയ കുട്ടിയല്ലേ, അത്രക്ക് അറിയാനായിട്ടുള്ളൂ. പക്ഷെ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവില്ലേ? എല്ലാവരും പറയണേ ഞാനാണ് ഇത്ര കുഞ്ഞാവെ നാശാക്കണത്. ആ അമ്മ തല്ലേല്ലേ, ചീത്തയും പറയില്ല. പോയല്ലേ, നല്ല സ്നേഹാണ്. അപ്പൊ അതില് ഉപ്പ് ഇടണം അല്ലേ? ഉപ്പ് കുറച്ചിട്ട് കൊടുക്കട്ടെ. എന്താ വെച്ചാല് കുഞ്ഞുവാവയ്ക്കത് മാറ്റി വെക്കണ്ടേ. അതൊന്ന് ഉടച്ചു കൊടുക്കട്ടെ കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യാ നല്ല ടേസ്റ്റേ. അമ്മ അങ്ങനെ ചെയ്യലുണ്ടോ? ഞാൻ മുത്തശ്ശി ചെയ്യുന്നിട്ട് ചെയ്തു. അല്ല അമ്മുവാണോ ആരൊരാൾ വെച്ച് ഉണ്ടാക്കി? ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പരിപ്പാട്. അമ്മ ഇതിന് എന്താ പറയാ സാലഡിന് അതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം നോക്കി. പക്ഷെ ഞാന് എനിക്ക് ഇത്ര നൈസായി അരിയാനും വയ്യല്ലോ. എന്താ വാസന മട കഴിച്ച പ്രതീതി. ആ കരിവേപ്പിലേക്ക് ഇഞ്ചിയൊക്കെ വന്നപ്പോഴാണ് നമ്മള് ഇട്ട് ഇളക്കട്ടെ. കുഞ്ഞാവയ്ക്ക് മാറ്റിക്കുന്നത് മുളകിന്റെ ഇടണം. ഇടാതെ അല്ലേ കുഞ്ഞാവ. അത് ഉഷാറാ, ഇതിൻ്റെ അകത്ത് കഴിക്കാലോ. അപ്പൊ അതിനുള്ള ഇതിലേക്ക് ഇട്ട് വെക്കാം. പിന്നെ മുളക് പൊടി ഇത് കഴിഞ്ഞിട്ട് കുഞ്ഞാവയ്ക്ക് മാറ്റി വെക്കട്ടെ കുറച്ചിട്ട്. ഉപ്പിട്ടില്ലേ? ഉപ്പ് കുറച്ചിട്ടു. കുറച്ചും കൂടി വേണ്ടേ ഇതിൽ നോക്കിയിട്ടാവാം. കുഞ്ഞാവയുടെ ഇതിലേക്ക് മാറ്റി. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ ആയത് തന്നെ നല്ല ഇഷ്ടമാണ് കഴിക്കാൻ. പച്ചമാവ് അല്ല മാവല്ല വടക്കൂട്ട് പച്ചക്ക് അരച്ചല്ലേ? പച്ചമുളക് ഇഞ്ചി പച്ച എന്ന് പറഞ്ഞപ്പോ അങ്ങനെ വയസ്സായില്ലേ, അക്ഷരങ്ങളൊക്കെ അങ്ങനെ മാറി പോയി തുടങ്ങി. അതെ, ഒന്ന് കുഴച്ച് കൊടുക്കുക. മുളക് കുറച്ചുകൂടി വേണ്ടോ അറിയില്ലല്ലോ ചിലപ്പോ. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞാൻ വേണ്ട കേട്ടോ, മതി നോക്കാം. ഇത് മതി.
ഉപ്പിട്ടോളൂ തുള്ളി. അപ്പൊ നീ വടക്ക് ഉണ്ടാക്കാൻ ചീഞ്ചട്ടി കഴിച്ചു കൊടുക്കട്ടെ. രണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ കവറത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കുപ്പി ഞാൻ തുറന്നു നോക്കി അതിൽ ഒഴിക്കാതിരിക്കാൻ ശരിയാവില്ല. ഒന്നിച്ചതിൽ ആക്കാലോ വിചാരിച്ചിട്ടേ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ആദ്യം ഉണ്ടാക്കണം. എന്തായാലും വടയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. എണ്ണ ചൂടായി. ശശിക്ക് ആദ്യം വേണമെന്ന് പറഞ്ഞിരിക്കണം. വട കഴിച്ചു എണ്ണ കഴിച്ചു പോവാന്നൊക്കെ അമ്മ. കുഞ്ഞാക്കി കഴിഞ്ഞാ കുഞ്ഞാവയ്ക്കാൻ കഴിഞ്ഞിട്ട് അതിന് എണ്ണയ്ക്ക് വരുമൊന്നും ഉണ്ടാവില്ല. ശശിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് കുഞ്ഞുവാവയുടെ ഇടാം. ഇത് കഴിയട്ടെ. മതി. കുഞ്ഞുവാവയുടെ അച്ഛനോട് ഇവിടെ ഒന്ന് കഴിക്കാൻ പറയാം. അല്ല അത് വേണ്ട, രണ്ടാവുമ്പോ അറിയില്ലേ ഏതാന്നുള്ളത്. അല്ലെ അച്ഛനോട് ഇവിടെ ഒന്ന് കഴിക്കാൻ പറയണേ. അല്ല അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. റെഡിയാക്കി വെച്ചു. കാപ്പി ഉണ്ടോ അവിടെ? ആ അതാ ഞാൻ പറഞ്ഞതേ. നല്ല കുഞ്ഞു വട, മുരിഞ്ഞ വട. അമ്മ വട ഉണ്ടാക്കാൻ കണ്ടോ? മഴക്കാലത്ത് പരിപ്പ് വട സൂപ്പർ അല്ലേ? ഇങ്ങനെ ശരിയാവില്ല. എനിക്ക് മറ്റേ വടയാണ് ശരിയാ, ഉഴുന്ന് വട. മുത്തശ്ശിക്ക് പരിപ്പ് വട ശരിയാവോ? അത് മതി, ഒരാൾക്ക് ഒരു ഇവിടെ കൊടുക്കാനുള്ളതാകുമ്പോ എന്താ ചെയ്യാറിയോ, വലിപ്പം ഇതിലേറെ വേണ്ടേ. അപ്പൊ ഈ കയ്യിലിങ്ങനെ നല്ലോണം വട്ടത്തിലുണ്ടാക്കും. എന്നിട്ടിടൂ. കോരുന്ന സാധനം ഇങ്ങനെ ആക്കിക്കോ. എല്ലായും ഒന്നും അറിയില്ല. നമ്മളധികം പരത്തിയിട്ടില്ല കേട്ടോ, അതാട്ടോ അങ്ങനെ. അല്ല വിചാരിക്കും എന്താ ഇവരെ പരിപ്പ് വട അങ്ങനെ ഒരു ഉണ്ട ടൈപ്പ്. ചെറുതല്ലേ, അപ്പൊ ഇങ്ങനെ മതിയില്ല. അതെ ടേസ്റ്റ് അല്ലേ വേണ്ടു. അതെ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതൊന്നും അല്ല എല്ലാവർക്കും. അതെ നമുക്ക് എടുക്കാനാണല്ലോ. ഗ്യാസൊന്ന് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടുക കേട്ടോ. കുഞ്ഞുവാവയുടെ വട ഇട്ടോളൂ. ഓ മുത്തശ്ശി തെറിപ്പിക്കുക. കുഞ്ഞുവാക്ക് 3 എണ്ണല്ലേ? 4 വട. വാവന് നല്ല ഇഷ്ടമാണത്. അപ്പൊ അതിനൊന്ന് ഞാൻ എടുക്കാം. അപ്പോ നമ്മൾ ചായ കുടിക്കുകയാണ്. വട തരാം. അതെ, പരിപ്പ് വട. 2 പരിപ്പ് വട. അതെ, ഇത് നമ്മളെ കുഞ്ഞാവയുടെ വട കേട്ടോ. കുഞ്ഞു വട. ഇത് കുഞ്ഞാഴ്ച. ഇതാ കുഞ്ഞാവേ ഒന്നോളൂ കഴിക്കുക. വടതാ ഇങ്ങോട്ട് വരൂ. എങ്ങനെയുണ്ട് അഭിപ്രായം പറഞ്ഞോളൂ. നന്നായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ ഉണ്ടാക്കിയോണ്ടേ നല്ല സ്വാദുണ്ട്. അതെ. അപ്പൊ മുത്തശ്ശി ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. മക്കൾക്കൊക്കെ മുത്തശ്ശി എങ്ങനെയൊക്കെയാ വട ഉണ്ടാക്കുന്നത് മനസ്സിലായല്ലോ. അപ്പൊ ഈ മഴക്കാലത്ത് നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയാണ് കേട്ടോ ടേസ്റ്റ്. ഒരു പ്രാവശ്യം വീണ്ടും 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 ഉണ്ടാക്കാൻ തോന്നും. അപ്പൊ ഇനി ഞങ്ങളൊക്കെ കഴിക്കട്ടെ. ഇതൊക്കെ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ചൂടോടെ ഇവിടെ ഉണ്ടാക്കുന്നു, ഞങ്ങൾ കഴിക്കുന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ തിരക്കിലാണ്.